ബിഗ് ബോസ് സീസൺ 7 ഇപ്പോൾ 5 വൈൽഡ് കാർഡ് എൻട്രി വന്നിരിക്കുകയാണ്. അതിൽ നമുക്ക് പ്രതീക്ഷയുള്ള കണ്ടസ്റ്റൻസ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ച് ഒരു ആഴ്ച കൂടി കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഫസ്റ്റ് ഡേ എന്നെ വന്നിട്ട് നമുക്ക് പ്രതീക്ഷയുള്ള ഒരു കണ്ടസ്റ്റൻസ് തോന്നിയത് എനിക്ക് ജിഷിനാണ്. ജിഷിൻ ഞാൻ വലിയ ഒരു വൈൽഡ് കാർഡാണ്, ഞാനിവിടെ ഭയങ്കര സംഭവങ്ങൾ ഉണ്ടാക്കും എന്ന രീതിയിലൊന്നുമല്ല വന്ന് ഇടപെടേണ്ട കാര്യങ്ങൾ അപ്പോൾ ഇടപെട്ടിട്ടുണ്ട്. കാരണം ബിഗ് ബോസിലെ ഏറ്റവും വലിയ കാര്യമാണ് നമുക്ക് ടൈം ഞാൻ പിന്നീട് ചെയ്യാം, പിന്നീട് എൻ്റെ ഗെയിം തുടങ്ങാമെന്നുള്ള ഒരു സമയമൊന്നും ബിഗ് ബോസിലില്ല. എവിടെയാണോ നമുക്ക് റൈറ്റ് ടൈമിൽ നമുക്ക് റൈറ്റ് കമൻറ്റ് കൊടുക്കാൻ പറ്റുന്നത്, എവിടെയാണോ നമുക്ക് ഗെയിം കളിക്കാൻ പറ്റുന്നത്, അവിടെ കയറി കളിക്കണം എന്നുള്ളതാണ് ബിഗ് ബോസിൻ്റെ ഏറ്റവും വലിയൊരു കാര്യം. അങ്ങനെ വെച്ച് നോക്കുകയാണെങ്കിൽ ജിഷിൻ നല്ല ഒരു ഗെയിമറായിട്ടാണ് ഫസ്റ്റ് ഡേനെ എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ പ്രവീണൊക്കെ ഈ പറഞ്ഞ പോലെ എവിടെ വരെ പോകുന്നത് യാതൊരു ഐഡിയ ഇല്ല. മസ്താനി ഞാൻ ബിഗ് ബോസ് കളിക്കാൻ തന്നെ വന്നിരിക്കുന്ന ഒരാളാണ് എന്ന രീതിയിലാണ് കളിക്കുന്നത്. ആ ഒരു ഗെയിം അല്ലല്ലോ ഇതിൽ വേണ്ടത്. മസ്താനിയുടെ ഗെയിം എനിക്ക് അത്രയ്ക്ക് അങ്ങനെ ഇഷ്ടപ്പെട്ടില്ല. പിന്നെ അമേരിക്കൻ അമ്മായി എന്ന രീതിയിൽ വന്നിട്ടുള്ള ലക്ഷ്മി ഒരു കാര്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഭയങ്കര ഹൈജീനാണ്, ഞാൻ എന്തോ ഹൈ ക്ലാസ് ഉള്ള ഒരു വ്യക്തിയാണ് എന്നുള്ള രീതിയിലൊക്കെ ഭയങ്കര മുഖത്ത് തന്നെ ഭയങ്കര അഹങ്കാരത്തോടു കൂടി വന്നിരിക്കുന്ന ഒരു കണ്ടസ്റ്റൻ്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. എനിക്ക് തീരെ പിടിച്ചില്ല. പിന്നെ സാബുമാൻ എനിക്ക് വലിയ അഭിപ്രായമൊന്നുമില്ല. പോകാതെ എപ്പോഴും ഇളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അവർ തന്നെ ഇപ്പോൾ മുൻപുള്ള കണ്ടസ്റ്റൻസ് തന്നെ അവർക്ക് ഓരോരുത്തർക്കും ഓരോ പേരൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ സാബുമാനെ പറയുന്നത് എന്താണ്, പുഷ്പമെന്നോ അങ്ങനെ എന്തൊക്കെയാണ് ഒരു പേരിട്ട് വെച്ചിട്ടുണ്ട്. അത് റൈറ്റാണ്. ഇപ്പോൾ ഫസ്റ്റ് ഡേ വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്കത് വലിയ കാര്യമായിട്ട് എനിക്ക് തോന്നിയില്ല.